ഗസയിലെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ ജൂതവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ ജൂതവിരുദ്ധ തീരുമാനം ഒരു ആധുനിക ഡ്രഫസ് വിചാരണയാണ്. അത് അതേ രീതിയിൽ അവസാനിക്കുമെന്ന് തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പങ്കിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു. 1894 1906 ഇടയിൽ ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ ജുഡീഷ്യൽ അഴിമതിയാണ് നെതന്യാഹു പരാമർശിച്ച ഡ്രഫസ് വിചാരണ. ആൽഫ്രഡ് ഡ്രഫസ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഓഫീസർ സൈനിക രഹസ്യങ്ങൾ ജർമ്മൻകാർക്ക് വിറ്റു എന്ന് ആരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും തെറ്റായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും ഫ്രഞ്ച് സൈന്യത്തിൽ വീണ്ടെടുക്കുകയുമായിരുന്നു. കൊലപാതകം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റവും നെതന്യാഹുവിനും മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ICC ആരോപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്രഞ്ച് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഈ ക്രൂരമായ കുറ്റം ആവർത്തിക്കുകയാണ്. സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുമ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സിവിലിയന്മാരെ ബോധപൂർവം ലക്ഷ്യം വെച്ചു എന്ന് തെറ്റായി കുറ്റപ്പെടുത്തുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു. ഗസയിലെ സാധാരണക്കാരെ അപകടത്തിൽ നിന്ന് കരകയറ്റാൻ ഇസ്രായേൽ അധികൃതർ വിവിധ മാർഗങ്ങളിലൂടെ പലായനം ചെയ്യാനുള്ള സന്ദേശങ്ങൾ അയക്കുകയാണ്. അതേസമയം ഹമാസ് ഭീകരർ അവരെ വെടിവെച്ച് മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നെതന്യാഹു ഭരണകൂടം പരിമിതപ്പെടുത്തിയെന്നും ഇത് കടുത്ത മാനുഷിക പ്രതിസന്ധികൾക്കും ഇസ്രായേൽ ഗസയിലെ പൗരന്മാർക്ക് 7 ലക്ഷം ടൺ ഭക്ഷണം നൽകുമ്പോൾ ICC ജനങ്ങളെ മനഃപൂർവ്വം പട്ടിണിയിലാക്കുന്നുവെന്ന് തെറ്റായി ആരോപിക്കുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഗസയിലെ 97% ആളുകൾക്കും പോളിയോക്കെതിരെ വാക്സിനേഷൻ നൽകാൻ ഇസ്രായേൽ സൗകര്യം ചെയ്തു. ഇത് വംശഹത്യ ആരോപിക്കുന്നതിൽ നിന്ന് കോടതിയെ തടയുന്നില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. 2023 ഒക്ടോബർ 7 പ്രകോപനമില്ലാതെ ഹമാസ് തങ്ങളെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഗസയിലെ ഇസ്രായേലിന്റെ യുദ്ധമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പ്രോസിക്യൂട്ടർ തനിക്കും മുൻ പ്രതിരോധ മന്ത്രിക്കുമെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ഇറാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നടന്ന യഥാർത്ഥ യുദ്ധക്കുറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് അദ്ദേഹം ICC ജഡ്ജിമാരെ രൂക്ഷമായി വിമർശിച്ചു. നമ്മുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരുടെ തല വെട്ടുകയും കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകൊല്ലുകയും മാതാപിതാക്കളുടെ മുന്നിൽ നൂറുകണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഗസയിലെ ഭൂഗർഭ തടവറകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്ത ഹമാസ് ഭീകരർക്കെതിരെ കോടതി ഒന്നും ചെയ്തില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ICCയും അതിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവയിലൂടെ ഇസ്രായേലിനെതിരെ ഒരു പ്രോക്സി യുദ്ധം നടത്തുന്ന ഇറാനെതിരെയും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്, ഞങ്ങളുടെ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. പ്രാകൃതത്വത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരായ നാഗരികതയുടെ വിജയമെന്നും നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരെ മരണത്തിലേക്ക് നയിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തതോടെ ഗസയിലെ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.